ആയിരത്തോളം വരുന്ന രക്തബന്ധത്തിലുള്ള ആളുകളെക്കാളും വിശ്വസ്തനായൊരു സുഹൃത്ത് മുതൽക്കൂട്ടാണ്. പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. തങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ബന്ധുക്കൾ തങ്ങളെ ചതിക്കുമ്പോൾ, സഹായിക്കാതിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കൂട്ടായി വരുന്നത് വിശ്വസ്തനായ അല്ലെങ്കിൽ വിശ്വസ്തയായ ഒരു സുഹൃത്തായിരിക്കും. ആ സുഹൃത്ത് ഒരുപക്ഷെ നമ്മുടെ മതവിശ്വാസമുള്ള വ്യക്തിയായിരിക്കില്ല, അന്യമതസ്ഥനായിരിക്കാം. നമ്മുടെ ആ ആത്മാർത്ഥ സുഹൃത്ത് നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ ദുഃഖത്തിൽ നമുക്കൊപ്പം നിൽക്കുന്നതും കാണുമ്പോൾ കണ്ണീര് നമുക്ക് പൊടിയാറുണ്ട്. കാരണം കേവലം ഒരു സുഹൃത്ത് ബന്ധം, നമ്മുടെ കുടുംബവുമായി ഒരു ബന്ധമില്ലെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആ സുഹൃത്തിനെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? പലപ്പോഴും നമ്മുടെ വീട്ടുകാർ നമ്മളോട് ചോദിക്കാറുണ്ട്, ആരാണ് നിൻ്റെ സുഹൃത്തെന്ന്. ആ ചോദ്യത്തിന് ഒരുപാട് ഉത്തരവുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകുകയും ചെയ്യും. ബന്ധുക്കളും ഏറ്റവും അടുത്തവരും കുടുംബത്തിലുള്ളവരും നമ്മളെ സഹായിക്കാതെ നമ്മുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയും ശത്രുക്കൾക്കൊപ്പം ചേർന്ന് നമുക്കെതിരെ ഉപദ്രവങ്ങൾ നടത്തുകയും ചെയ്യുന്നത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളായിട്ട് പറയാനുണ്ടാകും. ആ ഘട്ടത്തിൽ നമ്മളിൽ നിന്നൊന്നും സ്വീകരിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സുഹൃത്തിനെ നാം എങ്ങനെ മറക്കും? നമ്മുടെ സുഹൃത്ത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി മാറുന്നു. ദുഃഖത്തിലും വീഴ്ചയിലും നമ്മളെ ഹൃദയത്തോട് ചേർത്ത ആ സുഹൃത്തിനെ നാം എങ്ങനെ മറക്കും? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.